ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ 8 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 76,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 8 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഗൂഗിൾ പിക്സൽ 8 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 1344x2992 ആണ്. OLED പാനലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 nits ആണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 157 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.9 mm ആണ്. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിൽ. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോണിൻ്റെ ഹേസിൽ, ഒബ്സിഡിയൻ, റോസ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടെൻസർ G3 ചിപ്പാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഗൂഗിളിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറിൻ്റെ ആ ഒരു ലെവലിൽ വരുന്ന പെർഫോമൻസ് തരുമോ എന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ വരുന്ന പെർഫോമൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിൽ വരുന്ന മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. LPDDR5X റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടൈറ്റാൻ M2 സെക്യൂരിറ്റി ചിപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാര്യം തന്നെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഗൂഗിളിൻ്റെ ഫോണാണ്, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 7 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. വളരെ കൂടിയ കാലത്തേക്കുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP 1.68 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GN2 സെൻസറാണ്. 12 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു സെൻസർ വെച്ചിട്ട് തന്നെ മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് സോണി IMX 386 സെൻസറാണ്. പിന്നെ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ടിൽ 10.5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ഒരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഗൂഗിളിൻ്റെ ഫോണാണ്. ഗൂഗിളിൻ്റെ ഫോണുകളിൽ പൊതുവേ വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. വളരെ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഗൂഗിളിൻ്റെ ഫോണുകളിൽ വരാറ്. അപ്പം ഈ ഒരു ഫോണിലും വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗൂഗിളിൻ്റെ ഫോണുകളിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കുറേ നല്ല ഡെഡിക്കേറ്റഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഈ ഒരു ഫോണിലും ഉണ്ടാവുന്നതായിരിക്കും. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4575 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 75,999 രൂപയാണ്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. ആക്സിസ് ബാങ്ക്, ICICI, കൊഡാക് ബാങ്ക് ഇതിൻ്റെയൊക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫ് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒക്ടോബർ 12 മുതലാണ് പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ 8 എന്ന ഫോണിൽ 76,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വില കുറച്ചും കൂടി കുറഞ്ഞിരുന്നതിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. കുറേ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കേണ്ടതാണ്. ബാക്കി ഫീച്ചേഴ്സും വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. എന്തായാലും ഗൂഗിൾ പിക്സൽ 8 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.